ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സിബിൽ സ്കോർ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് സിബിൽ സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കുറച്ച് കാലം മുമ്പേ നമ്മുടെ മെയിൻ ചാനൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഇപ്പോൾ എന്താ പറയുക, JMP26 ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യുക. എൻ്റെ പേര് അജയ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും അതുപോലെ തന്നെ ഫൈനാൻസിലും ക്വാളിഫൈഡ് ആണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ളതാണ്. നിങ്ങൾ ഓൾറെഡി എൻ്റെ ക്വാളിഫിക്കേഷൻ സംഭവമൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സർട്ടിഫിക്കേഷൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സെബിയുടെ സർട്ടിഫിക്കേഷൻ റീസെൻ്റ്ലി ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ആണെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ അതിലൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മെത്തേഡുകളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സിബിൽ സ്കോർ എന്താ പറയുക ഇൻക്രീസ് ചെയ്യാനുള്ളതിൻ്റെ. ഇപ്പോൾ സിബിൽ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി സിബിൽ സ്കോർ എന്ന സാധനം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് എടുക്കുമ്പോഴാണ് സിബിൽ സ്കോർ ജനറേറ്റ് ആവുക. നോർമലി ഇപ്പോൾ നിങ്ങളൊരു ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ ഒരു EMI സംഭവമൊന്നും എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഹിസ്റ്ററി ഉണ്ടാവില്ല. അതായത് നിങ്ങൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ നില്ലെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാത്തവർക്ക് സിബിൽ സ്കോർ ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക്കലി നോർമലാണ്. ഇപ്പോൾ നിങ്ങളൊരു സാലറിയുടെ എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ക്രെഡിറ്റ് കാർഡോ ലോണൊക്കെ എടുക്കാൻ പറ്റും. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നോർമലി ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡൻറ്റോ അങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് FD ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ FD ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് FD ഇട്ടിട്ട് അതിനെതിരെ കിട്ടുന്ന ഒരു കാർഡാണ്. സെക്യൂർ കാർഡെന്നും പറയുന്നത് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാലും ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മാസം ഇതിന് ബിൽ ജനറേറ്റ് ആവും. അപ്പോൾ എല്ലാ മാസവും ഇത് സിബിലേക്ക് റിപ്പോർട്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കറക്റ്റ് ബില്ല് അടച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ എല്ലാ മാസവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അതിന് പകരം നമ്മളൊരു ലോൺ ആണെങ്കിലും നമുക്ക് അറിയാമല്ലോ, ലോൺ ആകുമ്പോൾ നമുക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ആവും. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്കത് ഇമ്പ്രൂവ് ആവണമെങ്കിൽ ആ ലോൺ ക്ലോസ് ആവണം. ഇപ്പോൾ 3 മാസത്തേക്ക് എടുക്കുന്ന EMI എടുക്കുന്ന ഇപ്പോൾ കൺസ്യൂമർ ലോണും ബജാജ് EMI കാർഡിൽ സംഭവമൊക്കെ ഉണ്ടല്ലോ. അതിൽ 3 മാസമൊക്കെ എടുത്ത് EMI 3 മാസത്തിനുള്ള EMI ഒക്കെ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 3 മാസത്തിനുള്ളിൽ നമുക്ക് സിബിൽ ജനറേറ്റ് ആവും, അത്യാവശ്യം ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. പക്ഷേ നോർമലി നമ്മൾ വേറെ പേഴ്സണൽ ലോണും കാലൊക്കെ എടുക്കുമ്പോൾ എന്തായാലും മിനിമം ആൾക്കാർ 1 ഇയർ ഒക്കെ എടുക്കില്ല. അപ്പോൾ 1 ഇയർ കാത്തിരിക്കേണ്ടി വരും ചെറുതായിട്ട് ഇമ്പ്രൂവ് ആവാൻ തന്നെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് ക്രെഡിറ്റ് കാർഡ്. അതും FD ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് FD ക്രെഡിറ്റ് കാർഡ് സുഖമായിട്ട് എടുക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണെന്ന് പറയുന്നത് നമ്മുടെ AU ബാങ്കിൻ്റെ നോമോ കാർഡ് വരുന്നുണ്ട്. അത്യാവശ്യം ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമ്മൾ ഇന്നലെ വീഡിയോണ്ടായിരുന്നു മെയിൻ ചാനലിൽ. പിന്നെ IDFCൻ്റെ വേവ് വരുന്നുണ്ട്. SBI ബാങ്കിൻ്റെ കാർഡുകൾ ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ചെണ്ണം ഓൾറെഡി ഇപ്പോൾ ഡീആക്ടിവേറ്റ് സ്റ്റേജിലാണ്. എന്താ വെച്ചാൽ അവർ എന്തോ മെയിൻ്റനൻസും അപ്ഡേറ്റും അതുപോലെ തന്നെ റുപ്പേ നെറ്റ്വർക്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇഷ്യൂസുണ്ട്. അപ്പോൾ ഇപ്പോൾ SBI ബാങ്കിൻ്റെ കാർഡുകൾ നോക്കണ്ട. ഒന്നെങ്കിൽ AU ബാങ്ക് IDFC ബാങ്കിൻ്റെ അല്ലെങ്കിൽ കാർഡുകൾ കിട്ടാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലിങ്കുകളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വേണ്ട നോക്കി എടുക്കാം. അപ്പോൾ 2 കാർഡും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പക്ഷേ AU ബാങ്കിൻ്റെ നോമോ കാർഡാണെങ്കിൽ നമുക്ക് എന്താ പറയുക എയർപോർട്ട് ലോഞ്ചസും അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഇന്നലത്തെ നമ്മുടെ മെയിൻ ചാനലിൽ ഗുഡ് ഹാപ്പൻസ് ചെയ്യാത്ത ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ച് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ സാലറിയുടെ ആളാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് കിട്ടും ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡോ പേഴ്സണൽ ലോണോ നോർമൽ പോലെ കിട്ടും. ഇപ്പോൾ ഓൺലൈനൊക്കെ നോർമലി ഇതുപോലെ നമുക്ക് ഇപ്പോൾ NBFCകളൊക്കെ അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു സിബിൽ ജനറേറ്റ് ആവാത്ത ആളുടെ കാര്യം ഞാൻ പറയണത്. സിബിൽ ജനറേറ്റ് ആവാത്ത കാര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി സാലറി അല്ലെങ്കിലും നിങ്ങൾക്ക് സിബിൽ സ്കോർ ഓൾറെഡി ഉണ്ട്, 700 മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ നമ്മുടെ എന്താ പറയുക NBFC ത്രൂ ഒക്കെ കിട്ടുമ്പോൾ ക്രെഡിറ്റ് ബി അങ്ങനത്തെ കുറേ ഞാൻ എന്തായാലും നമ്മുടെ RBI അപ്രൂവ് ചെയ്ത ആപ്പുകളുടെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. താഴെ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാലും മതി, jmg.banksupport.in നിങ്ങൾക്ക് സന്ദർശിച്ച് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും ലോണുകളുടെയും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനടക്കം ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് സെക്യൂർഡ് ആയിക്കോട്ടെ അൺസെക്യൂർഡ് ആയിക്കോട്ടെ ഏത് ക്രെഡിറ്റ് കാർഡായാലും സെയിം തരത്തിൽ തന്നെ പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം റീസെൻ്റ്ലി നമ്മുടെ സിബിലിൻ്റെ റൂൾ മാറിയിട്ടുണ്ട്. എല്ലാ 15 ദിവസവും റിപ്പോർട്ട് ആകും. അപ്പോൾ എല്ലാ 15 ദിവസവും നമുക്ക് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പണ്ട് 1 മാസമായിരുന്നു, ഇപ്പോൾ 15 ദിവസമാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണം വേറെ അതാണ്. ലോണാകുമ്പോൾ നമ്മുടെ ലോൺ കഴിയാൻ കാത്തിരിക്കണം. ഇതാകുമ്പോൾ നമുക്ക് 15 ദിവസത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിബിൽ ഡൗൺ ആണെങ്കിൽ ഇതേപോലെ കാർഡ് ഉപയോഗിച്ച് ഒരു 6 മാസം ഉപയോഗിച്ച് തന്നെ സെറ്റായി. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.